ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ലോക സിനിമ കണ്ടു, ആടുജീവിതം. ആദ്യമേ തന്നെ പറയട്ടെ, പൃഥ്വിരാജിനും ബ്ലെസ്സിക്കും ബിഗ് സല്യൂട്ട്. ഇത് പറയാതെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തുടർന്ന് പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ബ്ലെസ്സിക്കും പൃഥ്വിരാജിനും മാത്രം ബിഗ് സല്യൂട്ട്? അവിടെ റഹ്മാന് ബിഗ് സല്യൂട്ട് വേണ്ടേ? റസൂൽ പൂക്കുട്ടിക്ക് വേണ്ടേ? അതുമാതിരി കൊച്ചു കൊച്ചു വേഷങ്ങളിൽ അഭിനയിച്ചവർക്കും വേണ്ടേ എന്നുള്ളതാണത്. മറ്റുള്ളവരെ തരം താഴ്ത്തിയിട്ടല്ല. നിങ്ങൾ ആടുജീവിതം എന്ന നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ നോവലിനേക്കാൾ അതിഭാവുകത്തോടെ അതിമനോഹരമായി ഈ സിനിമ ചിത്രീകരിച്ചു എന്നുള്ളതാണത്. ബ്ലെസ്സിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് സിനിമ. ഇനി ബ്ലെസ്സി സിനിമ ചെയ്യണമെന്നില്ല. ഈ ഒറ്റ സിനിമ മതി ബ്ലെസ്സിയെ ലോക സംവിധായകനിൽ ഉയർത്താൻ എന്നുള്ളതാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചെടുത്ത് നോക്കുക, പൃഥ്വിരാജിൻ്റെ അഭിനയം പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. ഈ സിനിമ ഒന്ന് കണ്ടു നോക്ക്. കാരണം രാവിലെ 11 മണിയെടുത്ത ഷോയാണ് ഞങ്ങൾ കണ്ടത്. തിങ്ങി നിറഞ്ഞ ഹൗസ്ഫുള്ളായിരുന്നു തിയേറ്റർ മൊത്തം. 99% ചെറുപ്പക്കാരായിരുന്നു, ആലോചിക്കണം. അടുത്ത ഒരാഴ്ചയ്ക്കുൾ വരെയുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മുൻകൂട്ടി തന്നെ ഈ സിനിമയെക്കുറിച്ചൊരു മുൻവിധി പ്രേക്ഷകർക്കുണ്ടായി. അതിന് ഒരു കാരണം ഈ ആടുജീവിതം എന്ന നോവൽ അവരിൽ വളർത്തിയ സ്വാധീനം തന്നെയാണ്. നമ്മളൊക്കെ അടുത്ത് പറയാറില്ലേ, ഒരു സിനിമയുടെ കഥ പറയാൻ പാടില്ല, കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ പാടില്ല, ക്ലൈമാക്സ് പറയാൻ പാടില്ല, എന്തിന് നായകനും നായികയും അണിഞ്ഞിരിക്കുന്ന വേഷത്തിൻ്റെ കളർ പോലും പറയാൻ പാടില്ല, അത് സിനിമയെ ബാധിക്കും, അത് സിനിമയ്ക്ക് ദോഷം ചെയ്യും. എന്നിട്ടോ 8 നിലയിൽ ആ സിനിമ പൊട്ടുകയും ചെയ്യും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളെന്താ, ഇത് വളരെ പ്രശസ്തമായ നോവല്, വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത നോവലുകൾ, മിക്കവരും വായിച്ച നോവൽ, അങ്ങനെ കഥ മിക്കവർക്ക് അറിയാവുന്നവർ തന്നെയാണ് ഈ സിനിമ കാണാൻ മുൻകൂട്ടി വന്നിരിക്കുന്നത്, ആലോചിക്കണം. ഇത് മാത്രമല്ല, ആദ്യകാലത്തിലൊക്കെ പ്രശസ്തമായ നോവലുകളാണ് ഇവിടെ നല്ല സിനിമകളായി വന്നിട്ടുള്ളത്. ആ നോവലുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ടത്തരമായ മണ്ടന്മാരായ കുറേ പ്രൊഡ്യൂസർമാരും എഴുത്തുകാരും സംവിധായകരും നടന്മാരും അടങ്ങിയ മലയാള സിനിമയിൽ ഒരു വിഭാഗത്ത് ഇത്രയും ചില ബാലിശമായ ചിന്താഗതികൾ കൊണ്ടുവരുമ്പോൾ സിനിമയ്ക്ക് പരാജയമല്ലാതെ മറ്റൊന്നുണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ സിനിമയ്ക്കൊരു മുൻവിധി നമുക്കുണ്ട്. ഈ സിനിമ ആടുജീവിതം തന്നെയാണ്. ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ പ്രശസ്തമായ നോവലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബെന്യാമിൻ്റെ ഈ പ്രശസ്ത നോവല് ഇത് ഉണ്ടാക്കിയ കഥയല്ലല്ലോ ഇത് ഒരു അനുഗ്രഹീതനായ ഒരു മലയാളിയുടെ ഗൾഫ് ജീവിതകാലത്തെ നജീമിൻ്റെ കഥയല്ലേ നിങ്ങൾ ചോദിക്കും. ശരിയാണ്. ഈ നജീം താമസിക്കുന്നത് കായംകുളത്തിനടുത്ത് ഉള്ള ആറാട്ടുപുഴ എന്ന സ്ഥലത്താണെന്ന് ആലോചിക്കണം. നജീമിനെ പരിചയപ്പെടുത്തിയത് ബെന്യാമിൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുനിൽ. ആ സുനിലാണ് നമ്മുടെ നജീബിനെ പരിചയപ്പെടുത്തിയത്. നജീബിനെ പരിചയപ്പെട്ടു. നജീബിൻ്റെ ഗൾഫിൻ്റെ ഈ ജീവിത കഥ കേട്ടു. ആ കഥ കേട്ടപ്പോൾ അതൊരു നല്ല നോവലിൻ്റെ സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആടുജീവിതം ഉണ്ടായെന്ന് ആലോചിക്കണം. ഈ ആടുജീവിതം എഴുതിയതിന് ശേഷം ബെന്യാമിന് അത്രയും പബ്ലിസിറ്റി ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് വാങ്കടം, അതായത് തൃശ്ശൂരിൻ്റെ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ അങ്ങോട്ട് പൊട്ടി ഈ വമ്പൻ രീതിയിൽ എത്രയോ എഡീഷനുകൾ വന്നു. ഏതെല്ലാം ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തു. അങ്ങനെ പ്രചാരം നേടിയ ഈ നോവൽ സിനിമയാക്കാൻ തുടങ്ങിയത് 16 വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. ഏകദേശം 16 വർഷം മുമ്പാണ് പൃഥ്വിരാജിനോട് ഈ കഥ പറഞ്ഞതെന്നാണ് പറയുന്നത്. അതുണ്ടോ ഇല്ലയോ എന്നുള്ള മറ്റൊരു കാര്യം. അന്ന് തുടങ്ങിയതാണ്. അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി താൻ തയ്യാറാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞ നിമിഷം മുതൽ ഈ ആടുജീവിതത്തിൻ്റെ ജീവിതം വെച്ചു എന്നാലോചിക്കണം. ബ്ലെസ്സിയെ സംബന്ധിച്ച് ബ്ലെസ്സി കുറച്ച് സിനിമകൾ ചെയ്യുള്ളപ്പോൾ ചെയ്ത സിനിമകളെല്ലാം, ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം ഗംഭീര സിനിമകളാണ്, നല്ല സിനിമകളാണ്, അവാർഡ് സിനിമകളാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു എന്നാലോചിക്കണം. മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ 2-3 പ്രാവശ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുത്തിൻ്റെ രീതി, തിരക്കഥയുടെ ശൈലി, അത് പത്മനാഭൻ്റെ ശിഷ്യനായതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ കരസ്പർശമേറ്റത് കൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ആടുജീവിതം വായിച്ച് കഴിയുമ്പോൾ, ഈ സിനിമ കാണുമ്പോൾ സിനിമ വിജയിക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. നമ്മൾ നോക്കുക, ആ സിനിമയിൽ തുടക്കം മുതൽ ഇടയ്ക്ക് കൊച്ചു ഫ്ലാഷ് ബാക്കുകൾ ഒഴിച്ച്
ബാക്കി ഈ സിനിമ ഒരു ലോക സിനിമയാണ്. കാരണം ഇതിന് ലാംഗ്വേജ് ഇല്ല ശരിക്ക്. അപൂർവമായിട്ടുള്ള ചില ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ ആലോചിക്കണം. അപ്പം അതിലൊരു സംവിധായകൻ വിജയിച്ചിരിക്കുന്നു എന്ന് ആലോചിക്കണം. അതിലൊരു നടൻ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് സുകുമാരൻ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ. നമുക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ ഒരു സിനിമ കണ്ട് എണീറ്റ് നിന്ന് കൈയടിച്ച കൂട്ടത്തിലല്ല. അങ്ങനെ ഞാൻ എണീറ്റ് നിന്ന് ഒരു സിനിമയ്ക്കും ഇന്നേ വരെ കൈയടിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമക്ക് അവസാനിക്കുമ്പോൾ നമുക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയത് തന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അഭിമാനത്തോടെ നമുക്ക് പറയാം, ഇത് ഇന്ത്യൻ സിനിമയല്ല, ഇതൊരു മലയാളി ലോക സിനിമയ്ക്ക് നൽകിയ വലിയ സംഭാവനയാണെന്ന് ആലോചിക്കണം. അപ്പം നിങ്ങൾ പരിഹാസത്തോടെ ചിലരൊക്കെ ചോദിക്കും, പിന്നെ 2 ഓസ്കാർ നേടിയ ആൾക്കാരിലുണ്ടായിച്ചിട്ട് ഇത് ഓസ്കാർ നേടാൻ പോലെ എന്നുള്ളത്. എന്തുകൊണ്ടില്ല? കാരണം ഇത് ഓസ്കാറിന് അയക്കേണ്ട ഒരു സിനിമയാണ്. ഓസ്കാറിന് അയക്കുമ്പോൾ അതിൻ്റെ ചില നൂലാമാലകളുണ്ട്, നിയമാവലികളുണ്ട്. അതൊക്കെ അതിന് നിർമ്മാതാക്കൾ കൂടി ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ വിചാരിച്ചോ AR റഹ്മാൻ ഒരുമിച്ച് 2 പ്രാവശ്യം ഓസ്കാർ അവാർഡ് നേടുന്നുള്ളത്? റസൂൽ പൂക്കുട്ടി അവാർഡ് നേടുമെന്ന് നമ്മൾ വിചാരിച്ചോ? പ്രതീക്ഷിക്കാതെയാണ് ഈ 2 പേരും ഓസ്കാർ അവാർഡ് നേടിയെന്ന് ആലോചിക്കണം. പലർക്കും അറിയാതിരുന്ന റസൂൽ പൂക്കുട്ടി, കൊല്ലം ജില്ലക്കാരനായ റസൂൽ പൂക്കുട്ടി ഒരു സുപ്രഭാതത്തിലാണ് ഇത്രയും വലിയ, അതായത് ഇത്രയും നിലവാരത്തിലുള്ള അത്ര ഉയരങ്ങളിൽ എത്തിയത് എന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ മുൻവിധിയോടെ നമ്മൾ ഒരു പരിഹാസത്തിന് മാത്രമല്ല. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ കമലഹാസൻ്റെ സിനിമ പോയിട്ടുണ്ട്, ഭരതൻ്റെ സിനിമ പോയിട്ടുണ്ട്, പലരുടെയും സിനിമ പോയി, എന്തിന് രാജീവ് അഞ്ചൽ ചെയ്ത ഗുരു പോലുള്ള സിനിമകൾ പോയിട്ടുണ്ട്. ആ സിനിമയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ധാരാളം സിനിമകൾ പോയിട്ടുണ്ട്. ഇന്ത്യയുടെ എൻട്രി ആയിട്ട് കുറേ സിനിമകൾ പോയിട്ടുണ്ട്. പിന്നെ ഓസ്കാറിന് ചില നിബന്ധനകളുണ്ട്, ചില നിയമാവലികളുണ്ട്. ഈ സിനിമ ഒരു മലയാള സിനിമയല്ല, ഈ സിനിമ ഒരു ഇന്ത്യൻ സിനിമയല്ല, ഇതൊരു ലോക സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും ആ സിനിമ എല്ലാവരെയും സ്വാധീനിച്ചിരിക്കുന്നു ആലോചിക്കണം. പിന്നെ 5-6 ഭാഷകളിലാണത് ആലോചിക്കണം. 5-6 ഭാഷകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം ആലോചിക്കേണ്ടത്, ഈ സിനിമ ഓരോ ഭാഷകളിലും ഇപ്പോൾ മലയാളത്തിൽ പൃഥ്വിരാജ് എടുത്തിരിക്കുന്നു ആലോചിക്കണം. ഇപ്പോൾ തമിഴിൽ അവിടെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ എടുത്തിരിക്കുന്ന ആലോചിക്കണം. പിന്നെ ഇവിടെ നമ്മൾ KGF എടുത്ത ആൾക്കാർ, ഇങ്ങനെ ഓരോ ഭാഷകളിലും ഈ സിനിമ ഇവിടുത്തെ വമ്പന്മാരാണ് എടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന്. ആ വമ്പന്മാരെടുക്കാൻ പ്രധാന കാരണം പൃഥ്വിരാജിനും AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കും ഒക്കെയുള്ള ബന്ധം തന്നെയാണെന്ന് ആലോചിക്കണം. അവരിലൂടെയാണ് ഈ സിനിമ ലോകം വളരെ പ്രശസ്തമായി കാണാൻ പോകുന്നത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. കഥയിലേക്ക് വന്നിട്ട് കാര്യമില്ല. കഥ മിക്കവർക്കും അറിയാവുന്നതാണ്. കഥ പറഞ്ഞതുകൊണ്ടും കുഴപ്പമില്ല. കഥ പറയല്ല, നമ്മൾ അനുഭവിപ്പിക്കുകയാണെന്ന് ആലോചിക്കണം. ഈ സിനിമ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നെഞ്ചൊക്കെ ഇങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ നെഞ്ച് പിടയുക. ഇതിൽ ഫാൻസുകാരൊന്നും അധികം ഉണ്ടായില്ല. ഈ സിനിമയ്ക്ക് എവിടെ കൈയടിക്കണം, അതായത് നമുക്ക് അടിക്കട എന്ന് നമുക്ക് പറയാൻ തോന്നില്ലേ? അടിക്കട, ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രം അടിക്കട എന്ന് പറയാൻ നമുക്ക് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ കഥാപാത്രത്തിൻ്റെ അടി വീണിരിക്കണം. അടി വീണില്ലെങ്കിലോ ആ സിനിമയുടെ പരാജയമായി. അതുപോലെ തന്നെയാണ് ഇവിടെ ചില കയ്യടിക്കുന്ന നിമിഷങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ആ കയ്യടി അറിയാതെ വന്നു പോയിട്ടുള്ളതാണത്. അത് ബോധപൂർവം ചെയ്തിട്ടുള്ളതല്ല. ഇവിടെ ബ്ലെസ്സിയുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ആ ബ്ലെസ്സിയുടെ പേര് എഴുതി കാണിച്ചപ്പോഴാണ് തിയേറ്റർ നിറഞ്ഞ കയ്യടി വന്നതെന്ന് ആലോചിക്കണം. മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ പേര് കാണിച്ചപ്പോഴല്ല, കുറച്ചേ ഉണ്ടായിരിക്കും, പക്ഷേ അത്രയും മാത്രം. ബ്ലെസ്സി ആരെന്നറിയാം. ബ്ലെസ്സി ഇത്രയും വർഷമായി ഈ സിനിമയ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തെക്കുറിച്ച് അറിയാമെന്നാലോചിക്കണം. അപ്പം അങ്ങനെ ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു നല്ല സിനിമ ചെയ്തപ്പോൾ നമ്മളിതിൽ 1-2 പേരും കൂടി പറയേണ്ടതെന്ന് ആലോചിക്കണം. ഇതിൽ ഹോളിവുഡ് നടനുണ്ട്, ജിമ്മി ലൂബീസ് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണെന്നാണ് പറയുന്നത്. മാത്രം അതിൽ അവസാനം വരുന്ന 3 കഥാപാത്രങ്ങൾ നമ്മൾ ആലോചിക്കുക. നമ്മുടെ നാട്ടുകാരനല്ല, മലയാളിയല്ല, വിദേശിയല്ല, സ്വന്തക്കാരനല്ല. ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണത നമ്മൾ ആലോചിക്കണം. അവിടെ അവസാനം ഒറ്റപ്പെട്ടു പോകുന്ന ആരാ? അവസാനം പൃഥ്വിരാജിൻ്റെ കഥാപാത്രം നജീബ് തനിച്ചാകുമ്പോൾ ഇനി ഇയാൾ മരിക്കാൻ പോവുകയാണോ, ദൈവമേ അയാളെ കൊല്ലല്ലേ എന്ന് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്ന നിമിഷങ്ങളായിരിക്കണം. അതിനിടയിൽ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടില്ല, ഈ ഒരു ചെറിയൊരു കുപ്പി അറിയാതെ വീട് പോകുമ്പോൾ റോഡറിയില്ല, എയ്ഡറിയില്ല, എവിടേക്ക് പോകുന്ന ദിക്കറിയില്ല, അങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഒരവസരത്തിൽ
കയ്യിലിരിക്കുന്ന കുപ്പി വലിച്ചെറിയുമ്പോൾ ആ അത് റോഡായി എത്തിയെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. ആ കുപ്പി റോഡിൽ വീണാവുണ്ട് അത് ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റിൽ നിറയെ കയ്യടി, പ്രേക്ഷകർ നൽകിയ നിറയെ കയ്യടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. തീർച്ചയായും ഞാൻ പറയുന്നു, ഈ സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ ലഭിക്കേണ്ടതാണ്. പിന്നെ അവാർഡുകളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് ആലോചിക്കണം. ഒരു കേന്ദ്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പൊളിറ്റിക്സ് ഉണ്ടെന്ന് ആലോചിക്കണം. ഒരു കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ ചാലഞ്ച് ചെയ്ത് പറയാം, നിങ്ങൾ ഇനി ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴോ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴോ പൃഥ്വിരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു നടന് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ കലാകാരനല്ല, വിധികർത്താവോ അല്ല എന്നുള്ള ഇത് ഞാൻ മുൻകൂട്ടി പറയാൻ കാരണം, പൃഥ്വിരാജ് സ്വന്തം അഭിപ്രായമുള്ളവനാണ്. ആ അഭിപ്രായത്തിൻ്റെ പേരിൽ ദേശീയ അവാർഡ് കമ്മിറ്റി വരുമ്പോൾ പൃഥ്വിരാജിനെ തഴയേക്കാം. മുമ്പ് അമരത്തിൽ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ മമ്മൂട്ടി മുക്കുവൻ്റെ റോള് ശരിയായില്ല, മുക്കുവൻ്റെ വേഷം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുകച്ച് തള്ളിച്ച് നാടാണെന്ന് ആലോചിക്കണം. അങ്ങനെ ചില കൊള്ളർ നിയമങ്ങൾ നമ്മുടെ അവാർഡ് സംസ്കാരം നടക്കാറുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് പോലും, എന്തിന് ശോഭാ മോഹൻ പോലും, അമല പോൾ പോലും അതിമനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. നിറയട്ടെ. 100 ദിവസങ്ങളല്ല, എത്രയോ ദിവസങ്ങൾ ഈ സിനിമ ഓടണം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നിങ്ങൾ ഈ സിനിമ കാണണം. ഈ സിനിമ കാണുമ്പോൾ തന്നെ വായിക്കാത്തവർ ആ നോവൽ ഒരിക്കൽ കൂടി വായിക്കണം. ആദ്യം ഞാൻ പൃഥ്വിരാജിനും ബ്ലെസ്സിക്കും ബിഗ് സല്യൂട്ട് പറഞ്ഞപ്പോൾ അവസാനിക്കുന്നത് ഈ സിനിമയെ സഹകരിച്ച എല്ലാവർക്കും ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.